2023 മുതൽ പാക് അധീന കാശ്മീരിലും ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകളിലെ മുതിർന്ന അംഗങ്ങൾ അജ്ഞാതർ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് സ്ഥിരം സംഭവങ്ങളായി മാറും. കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിൽ 12-ലധികം കമാൻഡർമാരാണ് ഈ ഒരു അവസ്ഥയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊലപാതകങ്ങളുടെ രീതി നോക്കുകയാണെങ്കിൽ ബൈക്കിലെത്തുന്ന അജ്ഞാത തോക്കുധാരികൾ അടുത്തെത്തുമ്പോൾ വെടിവെച്ച് കൊല്ലുന്നു. ലാഹോർ, കറാച്ചി, സിയാൽകോട്ട്, റാവൽപിണ്ടി, POK എന്നിവിടങ്ങളിലാണ് കൂടുതലും ഇത് നടക്കുന്നത്. 2024 മാർച്ച് 24-ന് റിയാസി ബസ് ആക്രമണത്തിൻ്റെ സൂത്രധാരൻ അബു ഖാദർ എന്ന സിയാ ഉൽ റഹ്മാൻ ജഹ്ലേമിൽ കൊല്ലപ്പെട്ടു. 2025 ലഷ്കറിൻ്റെ സ്ഥാപക അംഗം അമീർ ഹംസ ലാഹോറിൽ വെടിയേറ്റ് മരിച്ചു. 2023 ദാങ്രി ആക്രമണത്തിൻ്റെ സൂത്രധാരൻ റിയാസ് അഹമ്മദ് POKയിലെ പള്ളിക്ക് പുറത്തു വെച്ച് കൊല്ലപ്പെട്ടു. സംഘടനക്കുള്ളിലെ തർക്കമാണ് ഇതിന് പ്രധാന കാരണം. ജെയ്ഷെ പോലുള്ള സംഘടനകൾ നേതൃത്വത്തിനായുള്ള പോര് ശക്തമാണ്. ഹാഫിസ് സയ്യിദിൻ്റെ മകൻ തൽഹയെ 2ാം സ്ഥാനത്തേക്ക് ഉയർത്തിയത് മറ്റ് നേതാക്കളിൽ അതിർത്തിയുണ്ടാക്കി. ഇത് വെടിവെപ്പിനും കൊലപാതകത്തിനും കാരണമാകുന്നു. ഇന്റർ ഫൈറ്റിംഗ് ആണ് പ്രധാന കാരണമെന്ന് പാക് മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. പിന്നീടുള്ളതാണ് ബാധ്യതയായാൽ ഒഴിവാക്കൽ. അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടുമ്പോൾ പാകിസ്ഥാനിലെ ചില ഭീകരവാദികളെ അവർ തന്നെ ഒഴിവാക്കുന്നു എന്ന ആരോപണമുണ്ട്. തന്ത്രപരമായി ഉപയോഗിച്ച ശേഷം അവരൊരു ബാധ്യതയാകുമ്പോൾ സൈന്യത്തിലെ തന്നെ ആളുകൾ ഇവരെ ഒഴിവാക്കുക എന്നതാണ് പരാതി. പാക് സേനയെ തന്നെ ആക്രമിക്കുന്നതിൽ സൈന്യം കൗണ്ടർ ടെററിസം ഓപ്പറേഷനുകൾ ശക്തമാക്കിയിട്ടുണ്ട്. 2023 641 ഭീകരാക്രമണങ്ങൾ നടന്നു. 974 പേർ കൊല്ലപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗം ഏതെങ്കിലും രാജ്യങ്ങളുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ളവരാണ്. ഈ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം. അജ്ഞാതർ, തോക്കുധാരികൾ എന്ന് മാത്രമാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ്റെ ഭീകര സംഘടനയോടുള്ള ഇരട്ടത്താപ്പ് വീണ്ടും ചർച്ചയാകുന്നു. എന്നിവ ചേർന്നാണ് ഈ പാറ്റേൺ ഉണ്ടാകുന്നത്. 2023 മുതൽ ഈ പ്രവണത കൂടുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.